കോതമംഗലം മാമലക്കണ്ടത്ത് വാക്ക് തർക്കത്തെ തുടർന്ന് ചായക്കട ഉടമയെയും കുടുംബത്തെയും ജീപ്പിടിച്ച് കൊല്ലാൻ ശ്രമിച്ചതായി പരാതി. മാമലക്കണ്ടം സ്വദേശി വിനോദിന്റെ ചായക്കടയിലാണ് ഈ സംഭവത്തിൽ രതീഷ് എന്ന കുഞ്ഞിനെതിരെ പോലീസ് കേസെടുത്തു. ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. തൊടുപുഴയിൽ നിന്ന് ലാൽകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. ലാൽകൃഷ്ണൻ, എന്താണ് സംഭവം? ആ വിവരങ്ങൾ എന്തൊക്കെ? ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് മാമലക്കണ്ടം കൊയിനിപ്പാറ കവലയിലാണ് ഇത്തരം ഒരു ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് പറയുന്നത് അവിടെ ഓഫ് റോഡ് റൈഡിങ്ങും അതോടൊപ്പം ഒരു ചായക്കടയും നടത്തുന്ന ആളാണ് മാമലക്കണ്ടം സ്വദേശിയായിട്ടുള്ള രതീഷ് എന്ന് വിളിക്കുന്ന കുഞ്ഞൻ. ഈ അക്രമം നേരിടുന്നത് വിനോദ് എന്ന് പറയുന്ന ഒരാളുടെ ചായക്കടയിലാണ്. ഈ കുഞ്ഞനും വിനോദും തമ്മിലുള്ള വാക്കുതർക്കം പിന്നീട് കയ്യാങ്കളിയിലേക്ക് പോവുകയായിരുന്നു. ഇതിനുശേഷം ഓഫ് റോഡിന്റെ ഓഫ് റോഡ് ജീപ്പ് ഓടിക്കുന്ന ഡ്രൈവർ കൂടിയായിട്ടുള്ള രതീഷ് തന്റെ സ്വന്തം ജീപ്പ് എടുത്ത് ആ കടയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. 2-3 തവണ ഇടിച്ചു കയറ്റുന്ന ഇയാളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടുകാരും ആ കടയിലുണ്ടായിരുന്ന വിനോദിന്റെ കുടുംബവും ബന്ധുക്കളും എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ പിന്തിരിഞ്ഞു പോയ ശേഷം വീണ്ടും ജീപ്പ് എടുത്തുകൊണ്ട് വന്ന ഈ രതീഷ്, കുഞ്ഞൻ എന്ന് വിളിക്കുന്ന രതീഷ് കടയിലേക്ക് വീണ്ടും ഇടിച്ചു കയറ്റുകയും ആക്രോശിക്കുകയും ചെയ്തു. നേരത്തെ ഉണ്ടായ തർക്കത്തിന്റെ ബാക്കിയാണ് എന്നുള്ളതാണ് പറയുന്നത്. രതീഷ് ആ സമയത്ത് മദ്യപിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. രതീഷ് നിരവധി ഈ അടിപിടി കേസുകൾ അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിയാണ് എന്നുള്ളതാണ് കൂട്ടുമ്പോൾ. അല്ല ലാൽകൃഷ്ണൻ, ഈ രതീഷ് ആ നാട്ടുകാരനാണോ? മാമലക്കണ്ടം സ്വദേശിയാണോ? അതെ, മാമലക്കണ്ടം സ്വദേശിനിയാണ് രതീഷ്. വിനോദിന്റെ വീടും രതീഷിന്റെ വീടും തമ്മിൽ ഏകദേശം 1 കിലോമീറ്ററിന്റെ മാത്രം വ്യത്യാസമാണ് ഉള്ളത്. ഇവർ തമ്മിൽ നേരത്തെ സൗഹൃദത്തിലായിരുന്ന ആളുകളാണ്. പിന്നീടുണ്ടായ അസ്വാരസ്യങ്ങളും വാക്കുതർക്കവുമാണ് ഇപ്പോൾ ഈ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന രീതിയിലുള്ള ഒരു പ്രശ്നത്തിന് കാരണമായിരിക്കുന്നത്. മാത്രമല്ല വിനോദും കുടുംബവും നിലവിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ SC/ST അട്രോസിറ്റി വകുപ്പ് അനുസരിച്ചുള്ള നിയമ നടപടികളിലേക്ക് കടക്കുകയാണ് എന്നുള്ള കാര്യം പോലീസ് പറയുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ടതിന് ശേഷം, ഈ സംഭവം നടന്നതിന് ശേഷം രതീഷിനെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ലാൽകൃഷ്ണൻ, ഈ ദൃശ്യങ്ങളൊക്കെ പതിഞ്ഞിരിക്കുന്നത് പുന്നക്കൽ ടെക്സ്റ്റൈൽസ് എന്ന പുന്നക്കൽ സ്പൈസസ് എന്ന ആ കടയുടെ മുന്നിലുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആ കടയുടമ ശ്രീ വിജയകുമാർ, അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് ടെലിഫോൺ ലൈനിൽ. വിജയകുമാർ, ഈ സംഭവം നടക്കുമ്പോൾ താങ്കൾ അവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കടയിലുണ്ടായിരുന്നു. കണ്ടോ താങ്കൾ ഇതെല്ലാം? എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയില്ല. കട കസോറുള്ളതുകൊണ്ട് ഇവിടെ ഈ വൈകുന്നേരം കഴിയുമ്പോൾ കുറച്ച് പിള്ളേർ ചെറുപ്പക്കാരൊക്കെ, അവര് 10-16 വയസ്സുള്ള പിള്ളേരൊക്കെ ഇവിടെ കൂട്ടം കൂടി നിൽക്കാറുണ്ട്. അവരെ തമാശയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പറഞ്ഞ് അവിടെ കൂട്ടം കൂടി നിൽക്കാറുണ്ട്. അപ്പൊ അവരെ ഒച്ചയെടുക്കുന്നതായിരിക്കും ഞാൻ കണക്കൂട്ടി, വെറുതെ തമാശന്. അപ്പൊ കടയെ കസോറുണ്ടാകുന്ന എനിക്ക് ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റില്ല. എന്റെ പേരന്തരീക്ഷം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഈ CCTV ദൃശ്യം കണ്ടപ്പോഴാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ഈ 2 കുടുംബത്തെയും താങ്കൾ അറിയുമോ? അതായത് വിനോദിന്റെ കുടുംബത്തെയും രതീഷിനെ രണ്ടുപേരെ അറിയുമോ? രണ്ടുപേരെ അറിയും. അവര് ഇതെന്തായിരുന്നു പ്രശ്നം? അവര് എന്തോ കുടുംബ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. പിള്ളേര് തമ്മിലുള്ള പ്രശ്നങ്ങളാണെന്നാണ് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത്. രതീഷ് മദ്യപിച്ചിരുന്നു എന്ന് സംശയിക്കുന്നതായി അറിയുന്നുണ്ട്. രതീഷ് മദ്യപാനം ഉണ്ട്, ഇന്നും മദ്യപിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത് ആദ്യത്തെ സംഭവമാണോ, അതോ ഇതിനു മുമ്പ് എവിടെയെങ്കിലും വെച്ച് ഇവർ തമ്മിൽ വാക്ക് തർക്കമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇവരുമായിട്ടില്ല, വേറെ ആൾക്കാരായിട്ട് ഉണ്ടായതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. താങ്കളെ പോലീസ് വിളിച്ചോ മൊഴിയെടുക്കാൻ? എന്റെ കടയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, പോലീസ് വന്നിട്ടുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങളൊക്കെ താങ്കൾ കൊടുത്തു കാണും അല്ലേ? അത് കൊടുത്തു. താങ്കളിൽ നിന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചോ പോലീസ്? എന്നോട് കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞ അതേക്കുറിച്ച് എനിക്ക് എന്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ CCTV എന്നുള്ള ദൃശ്യം കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് ഞാൻ പറഞ്ഞു. ഈ യഥാർത്ഥത്തിൽ ഈ കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് വിജയകുമാറിന് അറിയില്ല അല്ലേ? എനിക്ക് അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അറിയില്ല. ഈ ജീപ്പ് ഇടിച്ചെന്ന് പറയുന്ന
ഇടിച്ച ആളിന്റെ 1 കിലോമീറ്റർ അകലാ അവര് താമസിക്കുന്നത്. ആ ഇവര് വീടും ഏതാണ്ട് 1 കിലോമീറ്റർ അകലത്തിലാണ് 2 വീടുകളുള്ളത് അല്ലേ? ആദ്യം ഇവർ വലിയ സ്നേഹത്തിലായിരുന്നു തോന്നുന്നു അല്ലേ? ആദ്യം ഒരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇവിടെ വരികയും ചായ കുടിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ശരി ശരി വിജയകുമാർ, വളരെയധികം നന്ദി താങ്കൾ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന്. കോതമംഗലം മാമലക്കണ്ടത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. വാക്ക് തർക്കത്തെ തുടർന്ന് ചായക്കട ഉടമ വിനോദിനെയും കുടുംബത്തെയും ജീപ്പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന രതീഷ് മദ്യപിച്ചിരുന്നു എന്നാണ് സംശയിക്കുന്നത് എന്ന് അവിടെ നാട്ടുകാർ പറയുന്നു. ദൃക്സാക്ഷികൾ പറയുന്നത് അത് തന്നെയാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ പരിശോധിച്ചത്.